ഹലോ എവരി വൺ. എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ. ഞാനാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് എടുക്കുന്നത്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. നിങ്ങളുടെ ഡിപ്ലോമ സിലബസിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് 4 മൊഡ്യൂള്. അതിൽ 4 മൊഡ്യൂൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ 2 മൊഡ്യൂൾ ട്രിഗ്നോമെട്രി ആൻഡ് അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളാണ്. പിന്നത്തെ 2 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷനും അതിൻ്റെ അപ്ലിക്കേഷനുമാണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത് 100 മാർക്കിനാണ്. 3 അവറിൻ്റെ എക്സാമാണ്. അതിൽ എല്ലാ മൊഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് 25 മാർക്ക് വെച്ചിട്ടാണ് ഓരോ സെക്ഷനിലും എക്സാമിന് വരിക. അപ്പോൾ നമ്മൾ സിലബസിൽ കടക്കുന്നതിന് മുമ്പ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്, ബ്രിഡ്ജ് കോഴ്സിലൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് നേരെ സിലബസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബോർഡ് മാസ് റൂളാണ്. മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ് ബോർഡ് മാസ്. ഓക്കെ, ബോർഡ് മാസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നോക്കാം. അപ്പൊ നമുക്കൊരു സംഭവമുണ്ട്, 2 + 3 - 10 ÷ 2 × 6. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം ഏത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ റൂളാണ്, ബോർഡ് മാസ് റൂൾ. ഓക്കെ, അതായത് ഈ ബോർഡ് മാസ് റൂളിന്റെ ഓരോ ടേംസ് എന്താ നമുക്ക് ആദ്യം നോക്കാം. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്. ഓ എന്ന് പറഞ്ഞാൽ ഓഫ്. ഓഫ് എന്ന് പറഞ്ഞ സംഭവം മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. അടുത്തത് എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ എ എന്ന് പറഞ്ഞാൽ അഡീഷൻ. അടുത്തത് എസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ, എസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ. അപ്പൊ നോക്കുക, ഈ ബ്രാക്കറ്റ് ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ ഏതാ വെച്ചാൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പൊ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. ഓഫ് എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ പോലെ ഒരു ഫംഗ്ഷൻ ആണ് ഓഫ്. അപ്പൊ അത് രണ്ടും ഇവിടെ വരുന്നില്ല. നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇതാണ്. ഓക്കെ, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, ഡിവിഷൻ എന്ന് പറഞ്ഞാല് ഹരിക്കണം, ഹരിക്കാനുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണനം, അഡീഷൻ എന്ന് പറഞ്ഞാല് കൂട്ടാന്, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് കുറക്കാൻ. അപ്പൊ നോക്ക്, ഇത് വരുമ്പോ ഈ ഓർഡറിൽ കാണാൻ ആദ്യം ബ്രാക്കറ്റ് നോക്കുക, പിന്നെ ഓഫ് നോക്കുക, അതില്ലെങ്കിൽ പിന്നെ ഡിവിഷൻ നോക്കുക, ഹരിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ പ്ലസ് മൈനസ് ഹരണം ഗുണനം അല്ലെ എല്ലാം ഉണ്ട്. അപ്പൊ ഇതിലെന്താണ് ഹരിക്കാനുള്ളത് ആദ്യം സെലക്ട് ചെയ്യും. 10/2. അപ്പൊ എന്താണ് ആദ്യത്തിനെ പ്രിന്റ് ചെയ്ത് 2 + 3 മൈനസ് 10/2 എത്രയാ? 5 അല്ലെ, 5 × 6. ഇനി ഇവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്. ഹരണം കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത എന്ത് ചെയ്യണം? 2 സംഖ്യ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. അപ്പൊ ഇവിടെ 5 × 6 എത്ര വരിക? 30 ആണ് വരിക. അപ്പൊ 2 + 3 മൈനസ്, ഈ മൈനസ് കൊണ്ട് ഉണ്ടാവട്ടെ, -5 + 6 ആണ് ഗുണിക്കുന്നത്. അപ്പൊ എന്താണ്? മൈനസും പ്ലസും ഗുണിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോ -30. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 2 3 കൂട്ടിയിട്ട് അതിൽ നിന്ന് 30 കുറക്കാം. അപ്പൊ എന്താണ്? 5 - 30. 5 - 30 ഈക്വൽ ടു കിട്ടും -25. ഇതൊന്ന് പ്ലസ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. എന്ത് ചെയ്യണം? 2 വ്യത്യസ്ത ചിഹ്നം വരുമ്പോ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഏതാ അത് ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ താഴെ കിടക്കുന്നുണ്ട്. അത് ഇരുന്ന് കാണുക കേട്ടോ. സംശയമുള്ളവരൊക്കെ എങ്ങനെയാണ് 2 സംഖ്യ കൂട്ടുന്നത്, പോസിറ്റീവ് കൂട്ടുന്നത് എങ്ങനെ, നെഗറ്റീവ് കൂട്ടുന്നത് എങ്ങനെ, പോസിറ്റീവ് നെഗറ്റീവും ഗുണിക്കുന്നത്, കൂട്ടുന്നത്, ഹരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ക്ലാസ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതിന്റെ അടിയിലുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കുക, ഡൗട്ട് ഉള്ളവർ. ഓക്കെ, കൂട്ടലും കുറക്കലും എല്ലാം ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കാണുക കേട്ടോ. ഇവിടെ ആൻസർ കിട്ടും -25. അപ്പൊ ഇങ്ങനെയാണ് ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ. ഇത് യൂസ് ചെയ്യുന്നത് കണ്ടല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം.
മാത്സിൽ ആദ്യം ഡിവിഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ, അതിനുശേഷം സബ്ട്രാക്ഷൻ. ഓക്കെ, അതായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഉദാഹരണം 2⁵5 into 2�6. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് നമ്മളോട് ചോദിച്ചു. ഇതെന്താണ് 2⁵5 എന്ന് പറഞ്ഞാൽ എന്താ? 2⁵5 എന്ന് പറഞ്ഞാല് 2നെ 5 പ്രാവശ്യം ഗുണിക്കുക. ഇവിടെ പവർ എത്ര വെച്ചാൽ അത്രയും പ്രാവശ്യം ഗുണിക്കുക. 2 into 2 into 2 into 2 into 2. ഓക്കെ, ഈ 6 ആവുന്നതാണ് ഇതേപോലെ തന്നെ ഒരു 2 കൂടി അധികം വരും. അപ്പൊ അത് എഴുതുന്നില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യാം? ഇതിന് നമ്മൾ എന്തായിട്ട് ചെയ്യുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ഉണ്ട്. a⁻m into a⁻m. a⁻m into a⁻m equal to a⁻m plus n. a⁻m plus n. അതായത് ഇവിടെ ഗുണിക്കാനായിരിക്കും. a⁻m into a⁻m. ഒരിക്കലും ഇത് മുകളിലത്തെ തമ്മിൽ ഗുണിച്ച് വെക്കരുത്, മുകളിലത്തെ തമ്മിൽ കൂട്ടാനാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പൊ a എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് a യുടെ സ്ഥാനത്ത് 2 ആണ് കിടക്കുന്നത് അല്ലെ. m ന്റെ സ്ഥാനത്ത് 5, n ന്റെ സ്ഥാനത്ത് 6. ഒരു പക്ഷേ m n ഈക്വൽ ആവാം, അതായത് 2⁵5 into 2⁵5 എന്ന് വരാം. എന്നാലും ചെയ്യുന്നത് ഒരേ രീതിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞത് ഈ രണ്ട് പവറുകളും കൂട്ടി വെക്കുക. 2⁵5 plus 6 equal to 2�11. 2�11. ഓക്കെ, മനസ്സിലായോ? അപ്പൊ a⁻m into a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m plus n. ഓക്കെ, അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് a⁻m all raised to n. ഓക്കെ, ഇതിനൊരു ഉദാഹരണം എഴുതിയേക്കാം. 3⁴ all raised to 5. അതായത് ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇതേ രീതിയിൽ കണ്ട 3⁴ 5 പ്രാവശ്യം ഗുണിക്കുക. അതായത് 3⁴ into 3⁴ into 3⁴ into 3⁴ into 3⁴. ഓക്കെ, ഇതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ a⁻m all raised to n. അതായത് ഒരു നമ്പറിന്റെ പവർ അതിനും ഒരു പവർ ആയിട്ട് വരികയാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ a⁻m into n. ഓക്കെ, a⁻m into n. ഇത് രണ്ടും ഗുണിച്ച് വെക്കുക. അപ്പൊ എപ്പോഴാണ് ഗുണിക്കുക, എപ്പോഴാണ് കൂട്ടാൻ ഓർത്ത് വെക്കുക. ഇവിടെ രണ്ട് ഒരേ നമ്പേഴ്സിന്റെ പവർ ആയിട്ട് ഗുണിക്കാൻ വരികയാണെങ്കിൽ അവ രണ്ടും എന്ത് ചെയ്യുക, കൂട്ടി എഴുതി വെക്കുക. അടുത്തത് എന്താണ്? ഒരു പവർ ഉള്ള പവറിന് വേറൊരു പവർ ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് രണ്ടും കൂടി ഗുണിച്ച് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് ഈ ഉദാഹരണത്തിന് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 3⁻, ഇവിടെ എന്താണ് വരിക? 4 into 5. 4 into 5 equal to 3⁻20. മനസ്സിലായോ? 3⁻20. ഇനിയിപ്പോ നമുക്കറിയാം എന്താണ് ഇത്, നേരത്തെ നമ്മൾ പഠിച്ച രീതിയിലല്ല a⁻m into a⁻n. അതേപോലെ a⁻m into a⁻m ഇതിന് ഒരുപാട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പവറുകളൊക്കെ കൂട്ടി ചെയ്താണ്. ഇങ്ങനെ ചെയ്താൽ എന്താണ് ആ 20 എന്ന് കിട്ടും. 3⁻4 plus 4 plus 4 plus 4 plus 4. ഓക്കെ, ഇത് എത്ര ഉണ്ട്? 5 എണ്ണം. ഈക്വൽ ടു കിട്ടും 3⁻20. മനസ്സിലായോ? അപ്പൊ ഈ റിസൾട്ടുകൾ ഓർത്ത് വെക്കുക. a⁻m പലയിടത്തും ആവശ്യം വരും കേട്ടോ. a⁻m all raised to n equal to a⁻m. a⁻m into a⁻n equal to a⁻m plus n. അതുപോലെ തന്നെ വേറൊരു റിസൾട്ട് ആവശ്യമുള്ളതാണ്. ab all raised to n equal to ഇങ്ങനെയാണ് വരുന്നത്. അതായത് രണ്ട് സംഖ്യകൾ a b എന്ന് പറഞ്ഞാൽ a into b എന്നാണ് കേട്ടോ. a ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക, ഇൻറ്റു ഇടാതെ എഴുതി വെക്കാം. നമ്പർ ആവുമ്പോൾ പറ്റില്ല, ലെറ്റേഴ്സ് വേരിയബിൾസ് ആവുമ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതി വെക്കാം. ab all raised to n എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനും പ്രത്യേകിച്ച് പവർ കൊടുക്കണമെങ്കിൽ ഈക്വൽ ആയിരിക്കും. a⁻n into b⁻n into b⁻n. ഒരു ഉദാഹരണം നോക്കാം. അപ്പൊ a b എന്ന് പറഞ്ഞവിടെ എന്താണ്? a into b എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് 2 into 3 all raised to 4. ഓക്കെ, ഇതിനെങ്ങനെ എഴുതിയേക്കാം? 2⁻4 into 3⁻4 എന്ന് എഴുതാം. ഓക്കെ, 2⁻4 into 3⁻4 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഈ 2⁻4 ആണ്. 2⁻4 എന്താണ്? 2 into 2 into 2 into 2 അല്ലെ. 3⁻4 എന്നാല് 3 അതുപോലെ 4 പ്രാവശ്യം ഗുണിക്കുക. എന്നിട്ട് ആ കിട്ടുന്നത് ഇത് രണ്ടും കൂടി ഗുണിച്ച് വെച്ചാൽ എന്തായിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 3 6. 6⁻4 എന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞാലും എന്തായിരിക്കും? സെയിം ആൻസർ ആയിരിക്കും. അതായത് 6⁻4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻4 into 3⁻4 ആയിരിക്കും. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കേണ്ട വേറെ റിസൾട്ട് ആണ് ab all raised to n equal to
a raised to n into b raised to n. ഇനി നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട് നോക്കാം. a plus b whole square. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. a plus b whole square equal to a square plus 2ab plus b square. a square plus 2ab plus b square. അടുത്തതാണ് a minus b whole square equal to a square minus 2ab plus b square. a square minus 2ab plus b square. അടുത്തത് a square minus b square. a square minus b square equal to a plus b into a minus b. അതായത് a plus b യും ഇതിനുള്ളിലെ a plus b യും a minus b യും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും a square minus b square ആയിരിക്കും. ഓക്കെ, ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ 36 സ്ക്വയർ മൈനസ് എന്താണ് 35 സ്ക്വയർ. ഇത് നമുക്ക് കാണാൻ നോക്കാം. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ എന്താണ് 36 സ്ക്വയർ 36 ചെയ്യും. അടുത്തെന്താണ് 35 ചെയ്യും അല്ലേ. എന്നിട്ട് ഇതിന്റെ ആൻസർ ഇതിന്റെ ആൻസർ കുറക്കും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ഈ രൂപത്തിലേക്കാണെങ്കിൽ എയുടെ സ്ഥാനത്ത് 36, ബിയുടെ സ്ഥാനത്ത് 35. അപ്പൊ ഇവിടെ എയുടെ ബിയുടെ സ്ഥാനത്ത് മാറ്റി കൊടുക്കുക. എന്തിട്ടു 36 പ്ലസ് 35 ഇൻറ്റു 36 മൈനസ് 35. ഓക്കെ, ഇനി എന്ത് ചെയ്യാം 36ഉം 35ഉം കൂട്ടുക. അപ്പൊ എന്ത് കിട്ടും 71 കിട്ടും. ഈക്വൽ ടു 71 ഇൻറ്റു 36 35 അടച്ചാല് 1. ഈ ബ്രാക്കറ്റ് ഇൻറ്റു എന്നാണ് കേട്ടോ, ഗുണിക്കണം എന്നുള്ള അർത്ഥമാണ് ഈ ബ്രാക്കറ്റ്. അപ്പൊ എന്താണ് 71 ഇൻറ്റു 1 ഈക്വൽ ടു 71 ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ഈ റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ആവശ്യം വരുന്ന റിസൾട്ടുകളാണ്. ഈ മൂന്ന് റിസൾട്ടും ഓർത്ത് വെക്കുക. a plus b whole square, a minus b whole square, a square minus b square. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ഇതേപോലെ റിസൾട്ട് ആണ് a by b whole raised to n. നമ്മൾ നേരത്തെ ab whole raised to n അല്ലേ, ab whole raised to n എഴുതി. എന്താണ് a raised to n into b raised to n എഴുതി. അതുപോലെ തന്നെ ഇതിന് എന്ത് ചെയ്യാം, ഈ n സെപ്പറേറ്റ് കൊടുക്കുക. അതായത് a raised to n divided by b raised to n. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോ 2/3 whole raised to 4 ഇങ്ങനെയാണ് തന്നിരിക്കണമെങ്കിൽ ഇതെന്തായിരിക്കും 2 raised to 4 divided by 3 raised to 4 ആയിരിക്കും. മനസ്സിലായി? അതായത് എന്താണ് ഈ പവർ സെപ്പറേറ്റ് ഓരോന്നിനും കൊടുക്കുക. അത് റൂളാണ്. അത് പലയിടത്തും ആവശ്യം വരും. ഈ റിസൾട്ട് ഓർത്ത് വെക്കുക. ഇനി അതുപോലെയുള്ള വേറൊരു റിസൾട്ട് ആണ് എന്ത് a raised to m divided by a raised to n. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പല പ്രോബ്ലത്തിലും കയറി ഒരു എക്സ് ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരിക. ചെയ്യുക എങ്ങനെ നോക്കാം. a raised to m by a raised to n equal to a raised to m minus n. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പൊ എയുടെ സ്ഥാനത്ത് 2 raised to 5 divided by 2 raised to 3. ഇങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം 2 raised to എന്ത് ചെയ്യാം 5 minus 3 എഴുതാം ഈക്വൽ ടു 2 raised to 2. 2 raised to 2 പറഞ്ഞാൽ എന്താണ് 2 into 2 അല്ലെ. 2നെ 2 പ്രാവശ്യം ഗുണിക്കുക. അപ്പൊ 4. ഇനി നമുക്കറിയാം 2 raised to 5 പറഞ്ഞാൽ എന്താണ്. നമുക്ക് ആ രീതിയിലൊന്ന് എഴുതി നോക്കാം. 2 into 2 into 2 into 2 into 2 divided by 2 raised to 3 പറഞ്ഞാൽ 2 into 2 into 2. ഓക്കെ, ഇനി ഇവിടുത്തെ എന്ത് ചെയ്യാം ഈ 2 into തമ്മിൽ എന്താ വെട്ടി ചേർത്താക്കാം. വെട്ടി ചേർത്താക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഒക്കെ ഗുണനാവുമ്പോഴാണ് വെട്ടാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഒരു ബ്രാക്കറ്റിന്റെ പുറത്ത് ഇപ്പൊ എന്താണ് x into 3 plus x square divided by x into അല്ലെങ്കിൽ 5x. ഓക്കെ, 5x ഇങ്ങനെ ഉണ്ട് നോക്കാം. അപ്പൊ നമുക്ക് ഈ x into ആണ് ഈ ബ്രാക്കറ്റ് into ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ എന്താണ് 5 into x ആണ്. അപ്പൊ ഈ x വെട്ടി പോകും. ഓക്കെ, അങ്ങനെ into ആവുമ്പോൾ മാത്രമേ ഇത് വെട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക ഇവിടെ എന്താണ് 2 into 2 into 2 ഇവിടെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഈ ഓരോ 2 വെച്ചിട്ട് ഇവിടുന്ന് വെട്ടി ചേർത്താക്കാം. ബാക്കി എന്നുള്ള 2 into 2 4. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 4 കിട്ടും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ്. കാരണം വേറെ പ്രോബ്ലത്തിൽ വരുമ്പോൾ നമുക്ക് x raised to 10 divided by x raised to 7 ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇതൽ നടക്കില്ല. 10 അല്ല x raised to 20 തന്നാലോ. അപ്പൊ ഇങ്ങനെ 20 പ്രാവശ്യം ഇതൽ പോസിബിൾ ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനാണ് ഈ റിസൾട്ട് അറിഞ്ഞിരിക്കുന്നത്. x raised to 10 minus 7 equal to x cube.
അതായത് 10 കുറച്ചാൽ 3 കിട്ടും എക്സ് ക്യൂബ് എക്സ് റൈസ് ടു 3. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. പല പ്രോബ്ലത്തിലും ആവശ്യമുണ്ട്, ഒരുപാട് സെക്ഷനിൽ ആവശ്യം വരുന്നതാണ്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതുപോലെ വേറൊരു കാര്യം എന്താ വെച്ചാല് ഏത് പവറിന്റെ ഇപ്പൊ 2⁻0 ഏതിന്റെ പവർ 0 ആണ് വരുന്നത്. 2⁻0 എന്താണ് 1 ആണ്. ഓക്കെ, 0 അല്ല കേട്ടോ. പവർ 0 വന്നു കഴിഞ്ഞാൽ എന്താണ് 1 ആണ്. അപ്പൊ x⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 5⁻0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പോലെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. a⁻0 = 1. ഓക്കെ, a⁻0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. ഇത് നോക്കുക. അടുത്തത് a⁻m = 1/a⁻−m ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് 2⁵ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്താണ് 1/2⁻⁻5 ഈക്വൽ ആണ്. അതായത് ഇതിന്റെ റെസിപ്രോക്കലിന് ഈക്വൽ ആണ്, നെഗറ്റീവ് ഉള്ള റെസിപ്രോക്കൽ. അതായത് ഈ -25 ഇനി നേരെ തിരിച്ചും പറയാം. a⁻m എന്ന് പറഞ്ഞാൽ എന്താണ് 1/a⁻m ആണ്. ഓക്കെ, അതായത് ഇപ്പൊ 2⁻5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ 1/2⁻+5 ആണ്. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അതായത് ഇപ്പോൾ മൈനസ് ഉള്ളിൽ എന്താ ചെയ്യാ 1/8 കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആയിരിക്കും. ഇനി ഇവിടെ ഉള്ള പ്ലസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മൈനസ് ആവും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ഇപ്പോ 1/3⁻6 ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3⁻6. ഓക്കെ, 1/5⁻7 ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 5⁻7. ഓക്കെ, 1/x⁻8 ഇതിനെങ്ങനെ എഴുതാം? x⁻−8. 1/x�9 എങ്ങനെ എഴുതാം? x⁻−9. ഇനി നേരെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് മൈനസ് എന്ത് ചെയ്യാം? നേരെ തിരിച്ചു ചെയ്യാം. അതായത് 1/x⁻−10. ഓക്കെ, അടിയിൽ എന്താണ് മൈനസ് ആണ് വരുന്നത്. അതിന് മോൾ കൊണ്ടുവരുമ്പോൾ എന്താവും? x⁻10. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല പ്രോബ്ലങ്ങളിലും ആവശ്യം വരും കേട്ടോ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. 1/x⁻−10 ഇവിടെ മൈനസ് ആണ് കഴിഞ്ഞ് മോൾ കൊണ്ടുവരുമ്പോൾ എന്താവും? x⁻10 ആവും. ഇവിടെ പ്ലസ് ആണെങ്കിൽ മോൾ കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് ആവും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് 1/2⁻−8 ഇതെന്തായിരിക്കും? മോൾ കൊണ്ടുവരുമ്പോ 2⁻8. ഓക്കെ, എന്താ വരിക? മൈനസ് ഉള്ളത് മോൾ വരുമ്പോ പ്ലസ് ആവും, പ്ലസ് ഉള്ളത് എന്താണ് മോൾ വരുമ്പോ മൈനസ് ആവും. ഓക്കെ, എന്താ മൈനസ് ഉള്ളത് മോൾക്കെത്തിയപ്പോ എന്തായി? പ്ലസ് ആയി. ഇനി ഇവിടെ പ്ലസ് ഉള്ളത് മോൾക്കെത്തിയപ്പോ എന്തായി? മൈനസ് ആയി. അപ്പൊ ഈ രണ്ട് റിസൾട്ടും ഒന്ന് ഓർത്ത് വെക്കുക. a⁻m = a⁻−m സോറി a⁻m = 1/a⁻−m, a⁻−m = 1/a⁻m. ഓക്കെ, ഇത് എയുടെ എമ്മിന്റെ ഒക്കെ സ്ഥാനത്ത് ഏത് നമ്പറും ആവാം കേട്ടോ. ഇവിടെ വേരിയബിൾസ് എന്തോ ആവാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അടിയിൽ എന്താണ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന് മോൾ കൊടുക്കുന്ന എന്താവും? പ്ലസ് ആവും. ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ അതിന് മോൾ കൊടുക്കുന്ന എന്താവും? നേരെ തിരിച്ച് നെഗറ്റീവ് ആവും. ഓക്കെ, ഇനി നോക്ക്. നമുക്ക് രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലായി തന്നിട്ടുണ്ട് a+c × b+d. രണ്ട് ബ്രാക്കറ്റിലായിട്ട് എന്തെങ്കിലും എക്സോ വൈയോ വെച്ചിട്ട് എന്താണ് ഇങ്ങനെ തരും. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് എന്താ ചെയ്യാ? ആദ്യം ഇവിടുത്തെ നമ്പർ കൊണ്ട് ഇതിനെ ഗുണിക്കാം, പിന്നെ അതേ നമ്പർ കൊണ്ട് ഇവിടുത്തെ രണ്ടാമത്തിനെ ഗുണിക്കാം. ഇവിടെ ഒരു മൂന്നാമത്തെ ടേം ഉണ്ടെങ്കിൽ ഈ ടേം കൊണ്ട് എന്ത് ചെയ്യണം? ആ മൂന്നാമത്തിനെ ഗുണിക്കണം. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യാം? ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, ഈ നമ്പർ കൊണ്ട് ഇതിനെ ഗുണിക്കുക. ഓക്കെ, അപ്പൊ 4 ടേം ഉണ്ടാവും. അപ്പൊ എന്താ വരിക? a × d പ്ലസ് എന്താ വരിക? a × d പ്ലസ് അടുത്ത എന്താ വരിക? c × b പ്ലസ് അടുത്തത് c × d. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വേരിയബിൾസ് ഒക്കെ ആണ് കഴിഞ്ഞാൽ ഇൻറ്റു മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. a b എന്ന് പറഞ്ഞാൽ തന്നെ a × b ആണ്. a × d എന്ന് പറഞ്ഞാൽ എന്താണ്? a d എന്ന് എഴുതാം. അതേപോലെ c b എന്ന് പറഞ്ഞാൽ എന്താണ്? c × d ആണ്. അപ്പൊ അതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? ab + ad + cb + cd ഇങ്ങനെ എഴുതാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. x+2 × x+3. ഓക്കെ, x+2 × x+3. നമുക്കിവിടെ എയുടെ ബിയുടെ സിയുടെ സ്ഥാനത്ത് ഒരേ നമ്പർ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ വേറെ വരാം കേട്ടോ. അപ്പൊ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. എന്ത് ചെയ്യുക? ആദ്യം ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, പിന്നെ ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, പിന്നെ അടുത്ത ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? x × x പ്ലസ് x × 3 പ്ലസ്
2 into x plus 2 into 3 equal to x square plus x into 3 എന്ന് പറഞ്ഞാൽ 3 into x എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്താണ് 3x ആണ്. ഓക്കെ, അടുത്തത് 2 into x എന്ന് പറഞ്ഞാൽ 2x plus 6. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിൽ കൂട്ടുന്ന കാര്യങ്ങൾ നോക്കാം. ഇപ്പോ 5x square plus 3x square എന്ന് കിട്ടും. 5x square plus 3x square plus 7x ഇങ്ങനെ ടേം ഇക്വേഷൻ കിട്ടുക. അപ്പൊ അതിൽ നോക്ക്, ഈ എക്സ് സ്ക്വയറിന്റെ ടേമുകൾ തമ്മിൽ കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് ക്യൂബിൻ്റെത് അതിൽ ഏതാണുള്ളത് വെച്ചാൽ ഒരേ പവർ ഉള്ളത്. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. ഇത് രണ്ടേ കൂട്ടാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഈ 7x കൂട്ടാൻ പറ്റില്ല. ഈ 7x ഇനി കൂട്ടണമെങ്കിൽ വേറെ എക്സിന്റെ ടേം വേണം. ഇല്ലെങ്കിൽ ആ 7x അതുപോലെ എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 5x സ്ക്വയറും ഇവിടെ 3x സ്ക്വയർ 5 3 കൂട്ടിയാൽ 8x സ്ക്വയർ പ്ലസ് 7x. ഇതിനെ ഇങ്ങനെ ഇട്ട് വെക്കാനേ പറ്റുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ വേറെ 2x എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് കൂട്ടിയിട്ട് 9x ചെയ്തായിരുന്നു. ഇത് പറ്റില്ല. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ടേമുകളൊക്കെ എന്ത് ചെയ്യുക? എത്ര ഉണ്ടെങ്കിലും എക്സ് സ്ക്വയറുകളൊക്കെ ഒരുമിച്ച് കൂട്ടുക. ഇനി എക്സ് ക്യൂബിന്റെ ടേമുകളുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടുക. എക്സിന്റെ ടേമുകളൊക്കെ ഒരുമിച്ച് കൂട്ടുക. അല്ലാതെ എക്സും എക്സിന്റെ എക്സ് സ്ക്വയറിനും ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടരുത്. എന്താണ് എക്സ് സ്ക്വയർ ഏതാണോ പവർ ഉള്ളത് അതേ പവർ ഉള്ളത് തമ്മിൽ കൂട്ടുക. ഓക്കെ, ഇനി ഇവിടെ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു വിട്ടുപോയി. അപ്പൊ ഇതാണ് കൂട്ടി കഴിഞ്ഞാൽ കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് 3x 2x കൂട്ടിയാൽ 5x പ്ലസ് 6. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 5x ഉണ്ട്, അതേപോലെ x റേസ് ടു 5 ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5x എന്ന് പറഞ്ഞാല് 5 into x ആണ്. അതായത് എക്സിനെ 5 പ്രാവശ്യം ഗുണിക്കുക. എക്സിനെ 5 ആയിട്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അല്ലെ? നമുക്കിപ്പോ ഒരു നമ്പറിനെ 5 പ്രാവശ്യം ഗുണിക്കുക ആ നമ്പറിന് 5 പ്രാവശ്യം കൂട്ടലിന് തുല്യല്ലേ? അപ്പൊ നമുക്ക് 5x എന്ന് പറഞ്ഞാൽ എന്താണ്? x പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 5x അല്ലെ? 5 എണ്ണം. നമുക്ക് ഇതെന്താണ്? 1 2 3 4 5. എത്ര x ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ 5 into x 5x പറഞ്ഞാല് 5 into x അല്ലെ? നേരെ മറിച്ച് ഇത് എന്താണ് വ്യത്യാസം? x raised to 5. ഇത് 5x ന്റെ കാര്യത്തിലല്ല, എല്ലാത്തിനും ഒരു ഉദാഹരണം ഒരേ മാലികത എടുത്ത് പറയാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. x raised to 5 എന്ന് പറഞ്ഞാല് x into കണ്ടോ? ഇവിടെ എന്താണ്? കൂട്ടാനായിരുന്നു. ഇവിടെ എന്താണ്? 5x തമ്മിൽ കൂട്ടുക, ഇവിടെ 5x തമ്മിൽ ഗുണിക്കുക. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്, മറന്നു പോകരുത്. 5x എന്ന് പറഞ്ഞാൽ 5x തമ്മിൽ കൂട്ടുക, അല്ലെങ്കിൽ 6x എന്ന് പറഞ്ഞാൽ 6x തമ്മിൽ കൂട്ടുക, 8x എന്ന് പറഞ്ഞാൽ 8x തമ്മിൽ കൂട്ടുക. x raised to 8 എന്ന് പറഞ്ഞാൽ 8x തമ്മിൽ ഗുണിക്കുക. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ x raised to 5 equal to x into x into x into x. മനസ്സിലായോ? അപ്പൊ 5x തമ്മിൽ ഗുണിക്കുമ്പോഴാണ് x raised to 5. 5x തമ്മിൽ കൂട്ടുമ്പോഴാണ് കിട്ടുന്നത് 5x. ഓക്കെ, വ്യത്യാസം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്താണ്? ഇങ്ങനെയാണ് എന്താണ് രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് തമ്മിൽ ചെയ്യുന്നത്. ഇനി ഇവിടെ നെഗറ്റീവ് വന്നാൽ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് വന്നാലും വലിയ മാറ്റമൊന്നുമില്ല. എന്താ ഞാൻ നെഗറ്റീവ് കൂടി ഒന്ന് പരിഗണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എടുത്ത അതേ ഉദാഹരണം നമുക്ക് നോക്കാം. x plus 2 into x minus 3. ഇവിടെ ഒന്ന് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാം? ഇതേ രീതി തന്നെയാണ്. അപ്പൊ x into x x സ്ക്വയർ, ഇനി x into minus 3 ആണ്. ഓക്കെ, പ്ലസ് x into minus 3. അടുത്തത് 2 into x, അടുത്തത് പ്ലസ് 2 into minus 3. ഓക്കെ, അപ്പോ x സ്ക്വയർ. ഇനി ഇവിടെ നോക്ക്, പ്ലസ് എക്സും മൈനസ് 3യും പ്ലസും മൈനസും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് വീഡിയോ പറഞ്ഞിട്ട് ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഡൗട്ട് ഉള്ളവരൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇത് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താ? x into minus 3 പറഞ്ഞാല് മൈനസ് 3x. ഓക്കെ, അടുത്തത് 2 into x പറഞ്ഞാല് പ്ലസ് 2 ആണ്, പ്ലസ് x ആണ് അല്ലെ? അപ്പൊ എന്താണ്? പ്ലസ് 2x. ഇവിടെ എന്താണ്? 2 into minus 3 പറഞ്ഞാല് മൈനസ് 6. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. ഇനി ഇവിടെ മൈനസ് 3x ഉണ്ട്, പ്ലസ് 2x ഉണ്ട് അല്ലെ? ഒന്ന് എന്താണ്? നെഗറ്റീവും ഒന്ന് പോസിറ്റീവ്. അപ്പൊ എന്താ ചെയ്യാ? വ്യത്യസ്തമായി വരുമ്പോ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ വലുതിന്റെ ചിഹ്നം ഏതാണ്? നെഗറ്റീവ് ആണ്. 3 2 വെച്ചാൽ 1. അപ്പൊ മൈനസ് 1x. 1x എന്ന് പറഞ്ഞാലും വെറും x ഇട്ടാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. മൈനസ് 6. ഓക്കെ, ഒന്നുകൂടി മാറ്റം x
സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6. അപ്പൊ ഇതേപോലെ ഇവിടെ മൈനസ് വരുമ്പോൾ ഇതേ രീതി തന്നെയാണ് ചെയ്യുക. അപ്പൊ മൈനസ് മൈനസ് ഗുണിക്കുമ്പോൾ പ്ലസ് ആയിരിക്കും, അതേപോലെ എന്താണ് പ്ലസ് മൈനസ് ഗുണിക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? ട്രിഗണോമെട്രി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നല്ലോണം നോട്ടിൽ എഴുതി ശരിക്കും അതിന്റെ വർക്കുകളൊക്കെ എക്സാമ്പിളുകൾ കണ്ടെത്തിയിട്ട് സ്വയം ചെയ്ത് നോക്കുക. ഇത് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്? അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യാം? ട്രിഗണോമെട്രി സ്റ്റാർട്ട് ചെയ്യാം.